ലഡാക്കിലും ഇന്ത്യയിൽ ഹൈദരാബാദിലും ഷൂട്ടിംഗ് അസൈനിൽ എപ്പോഴെപ്പോഴും എഴുന്നേക്കാൻ മുട്ടൊരു ഇവിടുത്തുള്ളത് ിന്റെയും പൃഥ്വിരാജിന്റെയും അമ്മയും അഭിനയ രംഗത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരാഴ്ചയോളം ആയിട്ടുണ്ടായിരിക്കും അല്ലേ. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ചെങ്കിലും മൈൻഡും ഒക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വീഡിയോസ് പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇടയ്ക്ക് വെച്ച് വീഡിയോസ് എടുത്തതാണ്, പക്ഷേ ഇടയ്ക്ക് ബ്രേക്കായി പോയി. അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ഇത്രയും ലേറ്റായത് കേട്ടോ. എല്ലാവരോടും ഒരു സോറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ എൻ്റെ പുതിയ വ്ളോഗിലോട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും സോറി. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. മോനിട്ടൊരു സ്കൂളിൽ പോകണം, എനിക്ക് ജോലിക്ക് പോകണം, അങ്ങനെ 100,000 കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുറച്ച് പരിപാടികൾ തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. മോനോട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും തോളത്ത് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ, എന്നാലേ ആളൊന്ന് ഉഷാറൊക്കെ ആവത്തുള്ളൂ. ഇന്നിപ്പോൾ കുറച്ച് പരിപാടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അടുക്കള പരിപാടികൾ തന്നെയാണ്. ഇന്ന് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം സീസണൊക്കെ ഡൗൺ ആയി. അപ്പോൾ ഇനി മുതൽ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. മാക്സിമം വീഡിയോസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് യൂട്യൂബിൽ ഇത്രയെങ്കിലും ഒരു ചേഞ്ചസ് എനിക്ക് വരുത്താൻ വേണ്ടി പറ്റിയത്. അപ്പം എനിക്കത് ഇടയ്ക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പോകാനും തോന്നത്തില്ല കേട്ടോ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീഡിയോസ് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളിലോട്ട് കിടക്കാം. രാവിലെ എണീറ്റ് ചായ ഇടുന്ന പതിവൊക്കെ അങ്ങ് മാറ്റി രാവിലെ എണീറ്റിട്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. നല്ല തണുത്ത വെള്ളം, ഫ്രിഡ്ജ് വെച്ച വെള്ളമൊന്നല്ല, അല്ലാതെ തണുത്ത വെള്ളം കുടിക്കും. വെളുപ്പിന് വർക്കിന് പോകുമ്പോൾ പിന്നെ ചായ ഒഴിവാക്കാൻ ഇച്ചിരി പാടൊക്കെ ആയതുകൊണ്ട് ആ സമയത്തൊക്കെ കുടിക്കും കേട്ടോ. ഇപ്പം പിന്നെ അല്ലാതെ ഞാൻ എണീറ്റ ഉടനെ വന്ന് ചായ ഇടുന്ന പരിപാടിയൊന്നും ഇല്ല. പിന്നെ തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുക്കളയ്ക്ക് ഇറക്കും വളരെ കുറവാണ്. മറ്റത് രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാം കറക്റ്റിന് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിൽ കിടക്കണം കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് പൊടി തട്ടിയൊക്കെ എടുക്കണം. അപ്പോൾ തലേദിവസം പാത്രങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അമ്മ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ ടൈം ടേബിൾ ഫുള്ള് മാറിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഇല്ലാതെയാണ് എൻ്റെ ഡേ മൈ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അങ്ങടായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ സെറ്റ് ആക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ തലേദിവസം ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഊറ്റി പൊരിക്കുന്നുണ്ട്, അതായത് ഊറ്റി വടിക്കുന്നുണ്ട്. അതല്ലാതെ അരി അടുപ്പത്ത് ഇട്ടിട്ടുമുണ്ട് അമ്മ. പിന്നെ ഇന്നത്തെ കറി എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാണ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അപ്പോൾ മലക്കറിയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അമരക്കയാണ് കൂടുതൽ കിടക്കുന്നത് കേട്ടോ. മലക്കറി വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അമരക്ക തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒട്ടും കഴിക്കത്തില്ല, മോനൊട്ടനും കഴിക്കത്തില്ല. അമ്മ പിന്നെ കഴിച്ചാലായി. അപ്പോൾ അവരൊക്കെ തോരൻ എന്തായാലും ലിസ്റ്റിൽ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്കൊക്കെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു മീൻ വാങ്ങണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ചാള അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം മീനില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഫുള്ള് ശോകമായിരിക്കും. അപ്പം ഞാൻ കരുതി എന്തായാലും പോയി മീൻ മേടിച്ചുകൊണ്ട് വരാം. മീൻ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സൈഡ് ഡിഷ് ആയാലും കുഴപ്പമില്ല, മോനോട്ടന് പൊരിച്ചും കൊടുത്തയക്കാനും പറ്റും. അങ്ങനെ ഞാൻ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ മോനോട്ടൻ പറഞ്ഞ് അമ്മ ഞാനും വരണമെന്ന്. മീൻ വാങ്ങിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. നിങ്ങൾക്കറിയാലോ വസൂട്ടൻ്റെ കാര്യം എങ്ങനെയാണെന്ന്. അവിടെ ചെന്നപ്പം മീനിനൊക്കെ എന്തോരം വിലയാണെന്നറിയാമോ. ഇവിടെയും മീൻ അത്യാവശ്യം റേറ്റാണെന്നുണ്ടെങ്കിൽ പുറമേ ഉള്ള അവസ്ഥ പറയണ്ടല്ലോ, ബാക്കി എല്ലായിടവും പൊള്ളുന്ന വിലയായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഇവിടെയാണ് കുറച്ചെങ്കിലും അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു മീനൊന്നും ഇല്ല, പോരത്തിന് ഭയങ്കര പൈസയും കൂടിയാണ്, കുറച്ചൊക്കെ ഉള്ളൂ. 50 രൂപയ്ക്ക് പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് ചേട്ടൻ ഇപ്പോൾ 100 രൂപയ്ക്ക് കണക്കാക്കിയാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ വിചാരിച്ചു മോനോട് പറഞ്ഞ് ചാള വേണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ചാള വീട്ടിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് കയറ്റുന്നില്ല, കാരണം ചാള തലേദിവസം ഞാൻ വാങ്ങിച്ചു, അമ്മ അത് അച്ചാറിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചാള ഐറ്റം ഇനി വേണ്ട, അതല്ലാതെ നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മീൻ എടുത്തില്ലെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് ആൾ കിണുങ്ങാൻ തുടങ്ങും കേട്ടോ. നെത്തോലി ഉണ്ടായിരുന്നെങ്കിൽ ആശാൻ നെത്തോലിയെ ചൂണ്ടിക്കാണിക്കോളായിരുന്നു. ഭാഗ്യത്തിന് അവിടെ നെത്തോലി ഇല്ല കേട്ടോ. രാവിലെ നെത്തോലിയെ കിട്ടി അതിൻ്റെ മുമ്പ് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര മണിക്കൂർ പോകുമെന്നറിയാമോ? അതും വലിയ വലിയ ചൂരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. നെത്തോലി കൊണ്ടിരിക്കണമെങ്കിൽ സമയം ഒരുപാട് പോവും, മോനോട്ടിന് സ്കൂളിൽ പോകുന്ന ദിവസവും കൂടെ ആകുമ്പോഴത്തേക്കും. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു, വീട്ടിലെത്തി. അങ്ങനെ നമ്മളെ കിട്ടു കാത്തിരിക്കുകയാണ് കേട്ടോ, അവിടെ എന്തൊരു കൊണ്ടുവന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വസുവിട്ട് കിട്ടൂരെ പിടിച്ചതുകൊണ്ട് ഞാൻ പറയും ഓടിപ്പോയി കൈ കഴുകിയിട്ട് വാന്ന്. കാപ്പി തലേ ദിവസവും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. മോനൂട്ടന് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കാപ്പി പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടാണെന്നുണ്ടെങ്കിൽ ആശം പുട്ടിറക്കിയിരിക്കും, അതാണ് അവസ്ഥ. എപ്പോഴും പറയും പുട്ട് വേണ്ട പുട്ട് വേണ്ട, അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ പുട്ട് വേണ്ട, കാപ്പിക്ക് പുട്ട് വേണ്ട. ഈ ഇടയ്ക്ക് നമ്മളൊരു 5 കിലോയോളം അരി പൊടിച്ച് വറുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അഥവാ കാപ്പി ഇല്ലെങ്കിൽ കൂടിയും പുട്ടിൻ്റെ മാവ് എടുത്ത് കുഴയ്ക്കും, അങ്ങോട്ട് പുട്ടുണ്ടാക്കും. അപ്പോൾ ചേർത്തോട് പുട്ടായതുകൊണ്ട് വസുട്ട അങ്ങ് വെറുത്തു പോയി. അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ല, എനിക്കും അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എനിക്കിപ്പോൾ ഇഷ്ടം ദോശയും സാമ്പാറും ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇഡ്ഡലി സാമ്പാറും ഇഷ്ടമാണ്, പക്ഷേ ദോശയും സാമ്പാറും ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം എവിടെ പോയാലും ഇപ്പോൾ ഞാൻ വർക്കിനൊക്കെ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയണത് ദോശയും സാമ്പാറുമാണ്. കാരണം വെറുക്കാത്തൊരൊറ്റ ഐറ്റം അത് മാത്രമേ ഉള്ളൂ, ബാക്കി ബെറോട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ മീൻ വാങ്ങിച്ചെങ്കിലും ഫുള്ള് ക്ലീൻ ആക്കാൻ നിൽക്കുന്നില്ല, കാരണം സമയം ഇപ്പോൾ തന്നെ 7:15. അപ്പോൾ മോനോട്ടൻ്റെ പിറകെ നടക്കണമെന്നുള്ളത് കൊണ്ട് ഒരു മീൻ മാത്രം എടുത്ത് വൃത്തിയാക്കി അവന് പൊരിക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കി വെച്ചു, കാരണം വസൂട്ടിൻ്റെ പിറകെ പോകണം. ഇതിനിടയിൽ വസൂട്ടിനും ഞാനും കൂടെ ഇച്ചിരി വഴക്കും ബഹളവും ഒക്കെ ആയി കേട്ടോ. എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് തേക്കാൻ വിളിച്ച്, അപ്പോൾ ആശാൻ വന്നില്ല. പല്ല് തേക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിധത്തിൽപ്പെട്ട എല്ലാ പിള്ളേരും ഇച്ചിരി നിർബന്ധവും കാര്യങ്ങളാണ്. വസുവിനും ഇച്ചിരി നിർബന്ധമായിരുന്നു. തലേ ദിവസം നല്ല കുട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ടീച്ചറിൻ്റെ കയ്യിൽ ലെറ്ററൊക്കെ കൊടുത്താണ് അയച്ചത്. വസുട്ട നല്ല കുട്ടിയായി എന്നും പറയും. പക്ഷെ പിറ്റേ ദിവസം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വഴക്കും ബഹളവും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആശാനെ പിന്നെ സോപ്പിട്ട് എടുത്ത് ആഹാരവും കൊടുത്ത് ഡ്രസ്സൊക്കെ ഇടിയിച്ചു. അങ്ങനെ വണ്ടി കാത്ത് നിൽക്കുന്ന സമയമായപ്പോഴത്തേക്കും പിന്നെ ഇത്തിരി ടൈം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുറ്റം അങ്ങ് തൂത്തിടാമെന്ന്. കാരണം മുറ്റം തൂക്കൽ പരിപാടിയിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് കിട്ടാറില്ല, അമ്മ തന്നെയാണ് ചെയ്യണത്. ഞാൻ എത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട്. പിന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരത്തെ തൂപ്പൊന്നും നടക്കാത്തത് കൊണ്ട് രാവിലെ ഇനിയിപ്പോൾ തൂക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ പാടെ എനിക്ക് തൂക്കാൻ കയറാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് വസൂട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ തൂക്കൽ പരിപാടികൾ അങ്ങ് തീർക്കാമെന്ന്. ഒരുപാട് ചവറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചവറുണ്ട്. നമ്മൾ ഈ ഇല പൊഴിയണ സമയമായപ്പോൾ തുടക്കമൊക്കെ ആയപ്പോൾ ഭയങ്കര ചവറായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം പിന്നെയും ബെറ്റർ ഉണ്ടെന്ന് വേണം പറയാൻ, കാരണം റബ്ബറെല്ലാം പുതിയ ഇലകൾ വന്നു തുടങ്ങി. അതുകൂടാതെ തന്നെ അതിൽ പൂവോ അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ ഈ റബ്ബറിൻ്റെ അവസ്ഥകളെല്ലാം ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവണത് എനിക്കൊന്നും ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. ഇത്രയും മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഇല പൊഴിയുന്നു, അതിൽ പുതിയ ഇല തിളിർക്കുന്നു, പിന്നെ പൂവ് വരുന്നു, അത് പൊഴിയുന്നു, ഇലയുടെ കാ പൊഴിയുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ വേറെ ഒരു ചെടിയുടെ കാര്യവും ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ഫോൺ വന്ന് തറയിൽ വീണ സമയത്ത് വസൂട്ടൻ അങ്ങ് അന്താളിച്ച് വന്ന് നിൽക്കണം കേട്ടോ. അമ്മ ഇനി അതിനെന്നെ വഴക്ക് കുറയോ ഇല്ലയോ എന്നറിയാൻ. അപ്പം ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, കാരണം ആദ്യം ഒരു പ്രാവശ്യം ആളിന് വഴക്ക് കിട്ടി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. മോനോട് കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകണത് എനിക്കിഷ്ടമല്ല, പക്ഷേ സഹി ഇടുമ്പോഴത്തേക്കും ഞാൻ വഴക്ക് പറയും. ചിലപ്പം നല്ലൊരു കൊട്ടും കൊടുക്കും കേട്ടോ, നല്ല ചെറിയ ലൈറ്റായിട്ടുള്ളൊരു കൊട്ടും കൊടുക്കും. പക്ഷേ ആൾക്ക് ഞാൻ അടിക്കുന്നത് നൊന്നിട്ടല്ല കരയുന്നത്, അമ്മ എന്നെ അടിച്ചു, അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, അമ്മ എന്നോട് മിണ്ടുന്നില്ല, ഇതൊക്കെയാണ് പരാതി ആൾക്ക്. എന്തോ ഒന്നേ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കര കൊഞ്ചിച്ചാണ് വളർത്തണേന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ. പക്ഷേ ആൾ സങ്കടം കൊണ്ട് കരയുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്നാണ് വെള്ളം വരണത്. അതെന്തോ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും അമ്മയായാലും എനിക്കാണെങ്കിലും അവൻ കരയുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. സ്കൂൾ ബസ് വരുന്നുണ്ടോ എന്ന് എത്തി വലിഞ്ഞ് നോക്കിയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴെങ്ങനെ സ്കൂൾ ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് തുറക്കണം, കിട്ടുവിനകത്താക്കണം, ബാഗ് എടുത്ത് വെളിയിൽ വെക്കണം, ഇതൊക്കെ ഒരു ടാസ്ക്കാണ്. കിട്ടുവിന് ഇച്ചിരി കുരുത്തക്കേടുണ്ട് കേട്ടോ. അവിടെയുള്ള എല്ലാ സാധനങ്ങളും കടിച്ചില്ലാതാക്കി ഇടക്കണം അവൻ്റെ പ്രധാന പരിപാടി കേട്ടോ, മെയിനായിട്ട് എൻ്റെ ചെരുപ്പ്. അങ്ങനെ വസൂട്ടിനെ സ്കൂളിലൊക്കെ അയച്ചതിന് ശേഷം ഞാൻ പോയി ഒന്ന് ഫ്രഷായി കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പപ്പടവും പുട്ടും പഴം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പഴം എടുക്കാതെ മീൻകറി എടുത്തു കേട്ടോ.
മീനിൻ്റെ നല്ലൊരു മണം വന്നപ്പോഴത്തേക്കും എന്തോ മീൻകറി എടുത്ത് കൂട്ടാമെന്ന് വിചാരിച്ചു. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീനാണ് ആ ചേട്ടൻ തരുന്നത്, അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ പപ്പടക്കൊതിയന്മാരുടെ എണ്ണം കൂടുതലാണ്. എനിക്കും പപ്പടം ഇഷ്ടമാണ്, പിന്നെ വസൂട്ടന് ഇഷ്ടമാണ്, കിട്ടുവിന് ഇഷ്ടമാണ് കേട്ടോ. കിട്ടു പപ്പടം നല്ല അടിപൊളിയായിട്ട് തിന്നുന്നുണ്ടായിരുന്നു. എന്ത് നോക്കുന്ന പപ്പടം വേണോ? 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 കാല് വെച്ച് ചവിട്ടി പിടിച്ച് അത്രയും പൊട്ടിപ്പോകൂലടാ. കാലല്ല, കൈ. പപ്പടക്കൊതിയാ? 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 കറക്റ്റ് ഒരു 9:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ റെഡിയായി ഇറങ്ങി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്ര കൂടിയില്ല. സ്ലോ ചെയ്ത് പോകണമെങ്കിൽ മാത്രമേ അത്രയും ടൈം എടുക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ. ഇത് അന്നേ ദിവസം വൈകുന്നേരം വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ വന്നു, ഒരു 4-4:30 മണിയായപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകണമെന്നുണ്ട്, കാരണം നമ്മുടെ വെഞ്ഞാറമൂട് മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് മീൻസ് ഇന്ന് തന്നെയാണ്, ഈ വീഡിയോ എടുക്കുന്ന അന്ന് തന്നെയാണ് ഉത്സവം കൊടിയേറുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോയി തൊഴുവാന്ന്. വെഞ്ഞാറമൂട് വഴി പാസ് ചെയ്ത് പോണവരാണെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. മാണിക്കോട് മേളയും സമൂഹ വിവാഹവും മാണിക്കോട് സദ്യയും ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു, എന്താ പറയുക, ആ പ്രദേശത്തെ വലിയ ഉത്സവമാണ് കേട്ടോ. അത് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും എൻ്റെ ദേഹത്ത് രോമമൊക്കെ എണീറ്റ് നിൽക്കും, കാരണം അത്രത്തോളം പേര് കേട്ട ഒരു അമ്പലമാണ്, അത്രത്തോളം ആൾക്കാർ വന്നു കൂടുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു 7 ദിവസത്തെ ഉത്സവം, 7 ആണോ 10 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത്രയും ദിവസത്തെ ഉത്സവം, എന്തായാലും ദിവസങ്ങൾ ഒരുപാടുള്ള ഒരു ഉത്സവമാണ്. ഇത്രയും ദിവസങ്ങളിൽ ഒരിക്കൽ കൂടി നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു അമ്പലം വഴി പാസ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ ക്ഷേത്രത്തിനെ മറക്കില്ല കേട്ടോ. അതും ശിവരാത്രിയുടെ അന്നാണ് ഉത്സവം തീരുന്നത്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ അന്ന് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് നിങ്ങൾ ഒരിക്കലും മറക്കില്ല, കാരണം കട്ട ബ്ലോക്കായിരിക്കും. അത്രത്തോളം ജനങ്ങൾ റോഡിൽ കാണും. എനിക്ക് തോന്നുന്നു ഒരു സ്കൂട്ടർ പോകുന്ന വഴി കൂടി നടുക്കൂടെ ഉണ്ടോയെന്ന് വെച്ചാൽ അറിയാൻ പറ്റത്തില്ല, അത്രത്തോളം തിരക്കാണ്. നമ്മൾ ദീപാരാധന നടന്ന സമയത്താണ് കറക്റ്റ് നമ്മൾ എത്തിയത്. അപ്പോൾ സംഗതി അവിടെ വൈകുന്നേര സമയത്ത് ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരൊക്കെ വരുന്നു, എന്തൊക്കെ ആണ് കാര്യങ്ങൾ എന്നൊന്നും നമുക്കറിയത്തില്ല, കാരണം നമ്മൾ നോട്ടീസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഒരു ഫേസ് എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പം നോക്കിയപ്പം മല്ലിക സുകുമാരനാണ്. പക്ഷേ സംഗതി ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മല്ലിക ചേച്ചി എന്നാണ് എല്ലാവരും പറയണതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതേക്കാളും നല്ലത് മല്ലിക മേം എന്ന് പറയുന്നതായിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നു. അപ്പം മല്ലിക മേമിൻ്റെ ഫേസ് ഇങ്ങനെ ഞാൻ കണ്ടു കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് അടുത്തൊന്നും ഞാൻ ചെന്ന് വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. ശ്രീ അടൂർ പ്രകാശ് എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹത്തെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇവിടെ വന്നിരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. ഞാൻ എണീറ്റ് വന്നപ്പോൾ അദ്ദേഹം എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുജന സേവന രംഗത്ത് വന്ന് കോന്നി MLA ആയും 2 പ്രാവശ്യം കേരള സംസ്ഥാന മന്ത്രിസഭയിൽ സിവിൽ സപ്ലൈസ്, ആരോഗ്യം, റവന്യൂ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഞാൻ 8ൽ പഠിക്കുന്ന സമയത്താണ് ഇവിടുത്തെ ഉത്സവത്തിന് ഞാൻ വന്നു തുടങ്ങിയത്. കാരണം 8ലായപ്പോഴാണ് എന്നെ ജംഗ്ഷനിലോട്ട് സ്കൂളിലോട്ട് മാറ്റിയത്. അപ്പം അന്ന് മുതലാണ് ഞാനിവിടെ വന്നു തുടങ്ങിയത്. അതിന് മുമ്പൊന്നും ഞാൻ വന്നു തുടങ്ങിയിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഉത്സവം അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടുത്തെ വീഡിയോസ് ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. മേളയിലൊക്കെ കയറും കേട്ടോ. ഇപ്പോൾ തുടക്കത്തിലേ അവിടെ മേള ഉണ്ട് എങ്കിലും ഒരുപാട് സ്റ്റാളും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പം ഇനിയിപ്പം ഫുള്ള് എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ വീഡിയോസൊക്കെ ഇടാവേ, ഞാൻ എന്തായാലും പോവും. എനിക്ക് നല്ലൊരു ഓർമ്മയെന്ന് പറയാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു അശ്വതി തുളസീധരൻ എന്നും പറഞ്ഞുകൊണ്ട്. തുള എന്നാണ് കേട്ടോ നമ്മൾ ഇരട്ടപ്പേര് വിളിക്കുന്നത്. അവൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. കാണുന്നുണ്ടെങ്കിൽ അവൾ എന്തായാലും അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുകയും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവളും ഞാനും കൂടെ എത്ര തവണ, എനിക്ക് തോന്നുന്നു 1 തവണയൊക്കെ ഞാനും അവളും പോയി കണ്ടു. പക്ഷേ നമ്മൾ അതിലൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും അവൾ സമയം കിട്ടുമ്പോഴൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ മേളയിൽ പോകും കേട്ടോ. ഉച്ച സമയത്തൊക്കെ ആയിരിക്കും പോകുന്നത്, നല്ല ചൂടായിരിക്കും. എന്നിരുന്നാലും പോകും. അന്നൊക്കെ 3 രൂപ ടിക്കറ്റ്, 2 രൂപ ടിക്കറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അതോ 5 രൂപ അങ്ങനെയാണ്.
2025 നടി മല്ലിക സുകുമാരൻ. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ മിന്നിത്തിളങ്ങുന്ന താരകമാണ് മോഹൻ മല്ലിക പിള്ള എന്ന മല്ലിക സുകുമാരൻ. കൈനിക്കര മാധവൻപിള്ളയുടെയും ശോഭയുടെയും മകളായി 1954 ഹരിപ്പാട് ആയിരുന്നു ജനനം. തലസ്ഥാനത്തെ തലയെടുപ്പുള്ള കോട്ടൺ ഹിൽ സ്കൂളിൽ ആദ്യകാല വിദ്യാഭ്യാസം. പിന്നെ ഒട്ടേറെ മഹാപ്രതിഭകളെ വാർത്തെടുത്ത വിമൻസ് കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം. കലയെ പുണരുന്ന മന്ത്രി വീണ ജോർജും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിപ്പോൾ ഊർമിളയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതാണ്. ഊർമിളയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അപ്പോൾ അത് അംഗീകരിച്ചിട്ടുള്ള ഒരു സമ്മാനമാണ്. നല്ലൊരു വ്യക്തിക്ക്, നല്ലൊരു സ്വഭാവത്തിന് ഒരു ഉടമ കൂടിയാണ് ഊർമിള എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് ആളെ അറിയാം. പണ്ട് ഒരുപാട് വിജ്ഞാനികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ വാക്കുകൾക്ക് ക്ഷാമമുണ്ടാവും. അത് ഇംഗ്ലീഷിലുണ്ട്, വെൻ ഹാർട്ട് ഇസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ. സത്യം പറയുകയാണെങ്കിൽ ഭഗവാനെ ശംഭോ മഹാദേവ, ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ പറയും പഴയതുപോലെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കസേരയിൽ എപ്പോഴെപ്പോഴും എഴുന്നേക്കാൻ കൊണ്ടൊരു പിടുത്തമുണ്ട്. അത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കുറച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മല്ലിക മാമിൻ്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ അത്രയും നേരം അവിടെ നിന്നത്. സ്പീച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം രാത്രിയായി. മോനൂട്ടനെയും അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്. കുഞ്ഞിനെ 2 പ്രാവശ്യം പറയല്ലേ, പോട്ടെ. അപ്പോൾ എല്ലാവരെയും കൊണ്ട് സ്കൂട്ടിയിലാണ് വന്നത്. അപ്പോൾ ഇത്രയും ലോങ് പോകാനും രാത്രി പാടാണ്. ഇനിയിപ്പോൾ ഒരു അമ്പലത്തിലൂടെ കയറുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ ആലിയാട് അമ്പലത്തിൽ പോകണം, അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പം ഞാൻ ഇതുവരെ തുടങ്ങിയിട്ട് പോയില്ല. തലയ്ക്കും തലേ ദിവസം കൊണ്ടാണ് തുടങ്ങിയത്. അമ്മയും മോനും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് പോയി തൊഴുതിട്ട് വീട്ടിലോട്ട് പോവാന്ന്. പിന്നെ വല്ലപ്പോഴും ഒരിക്കലൊക്കെ പുറത്തോട്ട് ഇറങ്ങണ്ടേ, ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സ് എന്നെ മരവിച്ച് പോകില്ലേ. അങ്ങനെ ഇതിപ്പോൾ ശരണ്യാണ്. ശരണ്യ വ്ളോഗ് എടുക്കാൻ നേരത്ത് ശരണ്യൻ എന്തോ തെറി പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ, ഈ ദിവസം അതായത് നമ്മളിപ്പോൾ ഉത്സവം തീർന്നതിൻ്റെ ലാസ്റ്റൊന്നും അടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എന്തായാലും എടുക്കും. അല്ല, കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ എടുത്തോന്ന് എനിക്ക് ഓർമ്മ വരണില്ല. എടുത്തിട്ടുണ്ടായിരിക്കണം. എടുത്തു ഞാൻ എടുത്തു. അപ്പോൾ താല്പര്യമുള്ളവർ അത് കയറി കാണുക. അന്നത്തെ വീഡിയോ ഞാൻ നോക്കട്ടെ. ഞാൻ മിക്കപ്പോഴും താഴെ ലിങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നു പോകാറുണ്ട്. ഇന്നിപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി സാറ്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ നാടാണ്. അതുകൊണ്ട് തന്നെ സുരാജ് ഒരുപാട് ടൈം ഇവിടെ വന്നിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മൾ ആലിയാട് ക്ഷേത്രത്തിലോട്ട് വന്നു. ആലിയാട് ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഇന്ന് വസൂട്ടൻ്റെ അളിയൻ്റെ കഥകളി ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത് കേട്ടോ. പക്ഷേ സംഗതി ഇന്നായിരുന്നില്ല, പിറ്റേ ദിവസമായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് അവിടെ നാടൻപാട്ട് നടക്കുകയായിരുന്നേ. പക്ഷേ എനിക്ക് അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ചെവി വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സൗണ്ടിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോഴത്തേക്ക് അമ്മ കൈ കൊട്ടിയതാണ്. കാരണം ആ പാട്ട് ഇച്ചിരി സൗണ്ട് കുറച്ചാണെന്നുണ്ടെങ്കിൽ സത്യം പറയുമല്ലോ നല്ല അടിപൊളി പാട്ടായിരുന്നു. എനിക്ക് കാണണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ സൗണ്ട് കാരണമാണ് ഞാൻ പിന്നെ തൊഴുതിന് ശേഷം അവിടെ എങ്ങും നിൽക്കാനേ നിന്നില്ല കേട്ടോ. ഓടെയാണ് ചെയ്തത്. എനിക്ക് ചെവി ഭയങ്കര വേദനയായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വര ഇവരൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പോലും എനിക്കറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ മോനൂട്ടൻ ഇന്ന് വലിയ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മോനായിട്ടാണ് ഇരുന്നത്. സാധാരണ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ കളിപ്പാട്ടം വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. പക്ഷെ ഇന്ന് കളിപ്പാട്ടമൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം ഇത് ചേച്ചിയാണ് കേട്ടോ. നമ്മൾ വിളിക്കുന്നത് പൊടിച്ചേച്ചി എന്നാണ്. കാരണം ചേച്ചിയുടെ പേര് വീട്ടിലുള്ള പേര് പൊടിയെന്നാണ്. പക്ഷേ എനിക്കിത് അറിഞ്ഞൂടാ, ഒഫീഷ്യൽ നെയിം എന്താണെന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ചേച്ചി ഞങ്ങളെ കണ്ടപ്പോൾ ഓടി അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ മോനോട് നന്നായിട്ട് വിശപ്പൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്തെങ്കിലും തിന്നാൻ വേണമെന്ന് എനിക്ക് അവൻ്റെ നിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഫ്രൈ കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം, ലൈക്കും ചെയ്തേക്കണം കേട്ടോ. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരും എന്ന് വാഗ്ദാനം തന്നിട്ട് ഞാൻ പോവുകയാണ്. എത്താൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ടാറ്റാ.